പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് 4ാമത്തെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ഓരോ ക്ലാസ്സിലും നമ്മൾ കൃത്യമായി ഓരോ കാര്യങ്ങളാണ് പഠിച്ചു വരിക, അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും പഠിച്ചത് എന്തിനെക്കുറിച്ചായിരുന്നു? തണ്ണീർത്തടങ്ങളുടെ ഡെഫിനിഷൻ പഠിച്ചു, അല്ലേ? കേരള സംസ്ഥാന സർക്കാർ പാസ്സാക്കിയ 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അനുസരിച്ച് എന്താണ് തണ്ണീർത്തടം എന്ന് നമ്മൾ പഠിച്ചു. അതിനുശേഷം അന്തർദേശീയ തലത്തിൽ തണ്ണീർത്തടങ്ങൾക്ക് പ്രാധാന്യം നൽകപ്പെടുന്ന റംസാർ ഉടമ്പടിയെക്കുറിച്ച് പഠിച്ചു. റംസാർ ഉടമ്പടി എന്നാണ് രൂപീകരിച്ചത്, എന്നാണ് ആ ഉടമ്പടി നിലവിൽ വന്നതെന്നും ഇന്ത്യ എന്നാണ് അംഗമായതെന്നും ഒക്കെ നമ്മൾ പഠിക്കുകയും ചെയ്തു. ശരിയല്ലേ? റംസാർ സൈറ്റുകൾ ഇന്ത്യയിൽ ഏറ്റവും വലുത് ഏതാണ്, ഇന്ത്യയിൽ ആദ്യത്തേത് ഏതാണ്, ഇന്ത്യയിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് പഠിച്ചു. അതുപോലെ കേരളത്തിൽ ഏറ്റവും ആദ്യത്തെ ഏതാണ്, ഏറ്റവും വലുത് ഏതാണ്, ഏറ്റവും ചെറുത് ഏതാണ്, അതും നമ്മൾ പഠിച്ചുറപ്പിക്കുകയും ചെയ്തു. ഇന്നേ ദിവസം നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിലെ തണ്ണീർത്തട സംരക്ഷണത്തെക്കുറിച്ചാണ്. അതിൻ്റെ അടിസ്ഥാനമായ നിയമം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമമാണ്. പക്ഷേ ആ നിയമത്തിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ട് നമ്മൾ അന്തർദേശീയ തലത്തിലെ തണ്ണീർത്തട സംരക്ഷണത്തിലേക്ക് പോയി, അല്ലേ? ഇന്നേ ദിവസം നമ്മൾ പഠിക്കുന്നത് പ്രധാനമായിട്ടും കേരളത്തിലെ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൻ്റെ ആധികാരികമായി നമ്മൾ പഠിക്കുന്നു. അതിലെ വകുപ്പുകൾ പഠിക്കുന്നു. തണ്ണീർത്തട സംരക്ഷണ നിയമം കേരളത്തിൽ തണ്ണീർത്തട സംരക്ഷണത്തിന് കാരണമായ നിയമം ഏതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഏതാണ്. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 ആണ്. സ്വാഭാവികമായിട്ട് എന്തിനു വേണ്ടിയാണെന്ന് നമുക്കറിയാം, അല്ലേ? കേരള സംസ്ഥാനത്തെ കാർഷിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനും പാരിസ്ഥിതിക സുസ്ഥിരത ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയിട്ട് നെൽവയലുകളും കൂടാതെ തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്നതിനും അവയെ നിയന്ത്രിക്കുന്നതിനും ഒരുപക്ഷെ പരിവർത്തനപ്പെടുത്തേണ്ടി വന്നാൽ പരിവർത്തനപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള നിയമമാണ് എന്താ? കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. ഇതിൽ കാർഷിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയാണ്, ജലസേചനം ആവശ്യമാണല്ലോ. തണ്ണീർത്തടത്തിൻ്റെ സഹായത്താലല്ലേ നമ്മൾ ജലസേചനം നടത്തുക. പാരിസ്ഥിതിക സുസ്ഥിരത ഉറപ്പുവരുത്താൻ അത് തീർച്ചയായിട്ടും അതും ശരിയാണ്. നമ്മൾ തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ പഠിച്ചതാണ്. അപ്പോൾ അതും ശരിയാണെന്ന് പറയാം. ഇനി വയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും എന്നതൊക്കെ, പക്ഷേ ഈ പരിവർത്തനപ്പെടുത്തുന്നതിനും എന്ന വാക്കുകൂടെ ഈ നിയമത്തിലുണ്ടോ? അതിൻ്റെ ആവശ്യകതയുണ്ടോ? പരിവർത്തനപ്പെടുത്തേണ്ട ആവശ്യകത ഉണ്ടെന്നേ. കേരളം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സംസ്ഥാനമാണ്. പക്ഷേ ജനസാന്ദ്രത എന്ന് പറഞ്ഞാലോ കേരളത്തെ സംബന്ധിച്ചിട്ട് ഇത്തിരി കൂടുതലുമാണ്. അപ്പോൾ ഒരു പക്ഷേ ജനസംഖ്യ കൂടുന്ന കാലഘട്ടത്തിൽ ഭവനങ്ങൾ നിർമ്മിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയോ നെൽവേലികൾ ചിലപ്പോൾ നികത്തേണ്ടി വരാം, തണ്ണീർത്തടങ്ങൾ നികത്തേണ്ടി വരാം. ഒരുമിച്ച് ഒരുപാടൊന്നും നികത്തത്തില്ല. മനുഷ്യൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം നികത്താൻ എന്ത് ചെയ്യാം, വേണമെങ്കിൽ അനുമതി നൽകാം എന്നുകൂടെ എന്ത് ചെയ്യുന്നു, ഈ നിയമത്തിൽ കൂട്ടിച്ചേർക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സംരക്ഷണമുണ്ട്, നിയന്ത്രണമുണ്ട്, കൂടാതെ പരിവർത്തനപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നിയമം ഏതാ? കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. അപ്പോൾ ഈ നിയമം നമ്മൾ ആധികാരികമായി പഠിക്കുമ്പോൾ തണ്ണീർത്തട സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കണം, നിയന്ത്രണത്തെക്കുറിച്ച് പഠിക്കണം, കൂടാതെ പരിവർത്തനപ്പെടുത്തുന്നതിനെക്കുറിച്ചും പഠിക്കണം. ശരിയല്ലേ? നിയമം പ്രാബല്യത്തിൽ വന്നത് 2008 ഓഗസ്റ്റ് മാസം 12-ാം തീയതിയാണ്. അന്നു മുതൽ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വരുന്നു എന്നാണ് 2008 ഓഗസ്റ്റ് മാസം 12-ാം തീയതി. ഗവർണറുടെ അനുമതി ലഭിച്ചത്, നിയമസഭ പാസാക്കിയ ബില്ലിന് ഗവർണറുടെ അനുമതി ലഭിച്ചതെന്നായിരുന്നു 2008 ഓഗസ്റ്റ് 11-ാം തീയതി. 11-ാം തീയതി അനുമതി കിട്ടുന്നു, 12-ാം തീയതി പ്രാബല്യത്തിലും വരുന്നു. ഓക്കെ. 2008 കേരള നിയമസഭയുടെ 28ാമത്തെ നമ്പർ ആക്ട് പ്രകാരമാണ് രൂപീകരിക്കുക. ആ നമ്പർ ഓർമ്മിക്കുക എളുപ്പമാണ്. 2008 28. 2008 28ാം നമ്പർ ആക്ട് പ്രകാരം പാസ്സാക്കി. എന്നിട്ട് കുറേയധികം നിർദ്ദേശങ്ങളൊക്കെ വേണ്ടി വന്നു. സ്പെഷ്യൽ റൂൾ നമുക്ക് പറയാനായിട്ട് കഴിയും. സ്പെഷ്യൽ റൂൾ ഭേദഗതി എന്ന് നമ്മൾ പറയില്ലേ, അത് തന്നെ. ചട്ടങ്ങൾ നിലവിൽ വന്നത് ആ നിയമത്തിലെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള സംവിധാനങ്ങൾ രൂപീകരിക്കണമല്ലോ. കുറേ സംവിധാനങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് നമ്മൾ തുടർന്ന് പഠിക്കും. ചട്ടങ്ങൾ നിലവിൽ വന്നത് 2008 ഡിസംബർ 24-ാം തീയതി. ചട്ടങ്ങൾ കുറച്ച് ഭേദഗതി വരുത്തുകയും
ചട്ടങ്ങൾ ഭേദഗതിയോടുകൂടി നിലവിൽ വന്നത് 2008 ഡിസംബർ 15 ഓക്കെ. അപ്പോൾ 4 ഡേറ്റ്, അതിൽ ഏറ്റവും പ്രാധാന്യം 3 ഡേറ്റുകളാണ്. നിയമം പ്രാബല്യത്തിൽ വന്നത് 2008 ഓഗസ്റ്റ് 12, ചട്ടങ്ങൾ നിലവിൽ വന്നത് 2008 ഡിസംബർ 24, ചട്ടങ്ങൾ ഭേദഗതിയോടുകൂടി നിലവിൽ വന്നത് 2018 ഡിസംബർ 15 2018 ഡിസംബർ 15. ഓക്കെ അല്ലേ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? തണ്ണീർത്തട സംരക്ഷണം കേരളത്തിൽ. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 കേരള സംസ്ഥാനത്തെ കാർഷിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനും പാരിസ്ഥിതിക സുസ്ഥിരത ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും പരിവർത്തനപ്പെടുത്തുന്നതിനും വേണ്ടി കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട നിയമമാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008. നിയമം പ്രാബല്യത്തിൽ വന്നത് 2008 ഓഗസ്റ്റ് 12 തൊട്ടാണ്. ഈ നിയമത്തിന് നിയമസഭ പാസാക്കിയ നിയമത്തിന് ഗവർണറുടെ അനുമതി ലഭിക്കുന്നത് 2008 ഓഗസ്റ്റ് 11. 2008 28 നമ്പർ ആക്ട് പ്രകാരമാണ് രൂപീകരിക്കുക. ചട്ടങ്ങൾ നിലവിൽ വന്നത് 2008 ഡിസംബർ 24 2008 ഡിസംബർ 24. തുടർന്ന് ഏകദേശം 10 വർഷത്തിന് ശേഷം അത് കുറച്ച് ഭേദഗതികളൊക്കെ വരുത്തി. ചട്ടങ്ങൾ ഭേദഗതിയോടുകൂടി നിലവിൽ വന്നത് 2018 ഡിസംബർ 15 2018 ഡിസംബർ 15 ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത് പഠിക്കാമോ? അടുത്ത് പഠിക്കുന്നു കേരള തണ്ണീർത്തട അതോറിറ്റി. തണ്ണീർത്തട സംരക്ഷണത്തിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട സംവിധാനമാണ് എന്ത്? കേരള തണ്ണീർത്തട അതോറിറ്റി. കേരളത്തിലെ തണ്ണീർത്തടങ്ങളുടെ സമഗ്ര സംരക്ഷണ പരിപാലന പ്രവർത്തനങ്ങൾക്കായി രൂപീകരിക്കപ്പെട്ട സമിതിയാണ് ഇത്? കേരള തണ്ണീർത്തട അതോറിറ്റി. എന്തിനു വേണ്ടിയിട്ട്? തണ്ണീർത്തടങ്ങളുടെ സമഗ്രമായ സംരക്ഷണത്തിനും പരിപാലനത്തിനും വേണ്ടിയിട്ട്. ഓക്കെ. ഇതൊരു സ്വയംഭരണാധികാരമുള്ള സമിതിയാണ്. നിലവിൽ വന്നത് 2015 മെയ് 25. അപ്പോൾ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 ഓഗസ്റ്റ് 12 നിലവിൽ വന്നു. ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വന്നത് 2008 ഡിസംബർ 22 നമ്മൾ പഠിച്ചു. ഭേദഗതികളോടുകൂടിയ ചട്ടങ്ങൾ നിലവിൽ വന്നത് 2018 ഡിസംബർ 15 നമ്മൾ പഠിച്ചു. ശരിയല്ലേ? അല്ലേ? അപ്പോൾ ചട്ടങ്ങൾ നിലവിൽ വന്നത് 2008 ഡിസംബർ 24, ഭേദഗതിയോടുകൂടി വന്നത് 2018 ഡിസംബർ 15. ഈ നിയമമനുസരിച്ച് കേരള തണ്ണീർത്തട അതോറിറ്റി രൂപീകരിക്കുന്നത് 2015 മെയ് 25. ഓക്കെ. തുടർന്ന് ഇതിൻ്റെ സ്ട്രക്ചറിന് ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തി. ഘടനാപരമായ മാറ്റങ്ങളോടുകൂടി രൂപീകരിക്കപ്പെട്ടത് 2017 ഡിസംബർ 28. 2017 ഡിസംബർ 28. ഘടനാപരമായ മാറ്റങ്ങളോടുകൂടി രൂപീകരിക്കപ്പെട്ടത് 2017 ഡിസംബർ 28. മറക്കില്ലല്ലോ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. കേരള തണ്ണീർത്തട അതോറിറ്റി കേരളത്തിലെ തണ്ണീർത്തടങ്ങളുടെ സമഗ്രമായ സംരക്ഷണത്തിനും കൂടാതെ പരിപാലനത്തിനും വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു സ്വയംഭരണാധികാരമുള്ള സമിതിയാണ് കേരള തണ്ണീർത്തട അതോറിറ്റി. നിലവിൽ വന്നത് 2015 മെയ് 25. ഘടനാപരമായ മാറ്റങ്ങളോടുകൂടി നിലവിൽ വന്നത് 2017 ഡിസംബർ 28. എന്താണ് പ്രധാന ചുമതല? തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികൾ നടപ്പിലാക്കുക, പ്രോജക്റ്റുകൾ നടപ്പിലാക്കുക, ജനങ്ങളുടെ ഇടയിൽ തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട അവബോധ പരിപാടികൾ സംഘടിപ്പിക്കുക, കൂടാതെ തണ്ണീർത്തട സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള വിഭവ സമാഹരണം നടത്തുക. 3 ലക്ഷ്യങ്ങളാണ് തണ്ണീർത്തട അതോറിറ്റിക്കുള്ളത്. ഓക്കെ. ചുമതലകൾ എന്തൊക്കെയാ? കടമകൾ: തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികൾ നടപ്പിലാക്കുക, അവബോധന പരിപാടികൾ, സെമിനാറുകൾ സംഘടിപ്പിക്കുക, വിഭവ സമാഹരണം നടത്തുക. ഓക്കെ. ഇനി ഈ നിയമമനുസരിച്ച് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 പ്രകാരം ഓരോ ഗ്രാമപഞ്ചായത്തുകളിലും ഓരോ നഗരസഭകൾ എന്ന് പറയുമ്പോൾ അത് മുനിസിപ്പാലിറ്റി ആകാം, കോർപ്പറേഷൻ ആകാം. ഓക്കെ. ഗ്രാമപഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ പ്രാദേശികതല നിരീക്ഷണ സമിതി രൂപീകരിച്ചിരിക്കുന്നു. ഓക്കെ. ഈ പ്രാദേശികതല നിരീക്ഷണ സമിതിയെക്കുറിച്ച് പരാമർശിക്കുന്ന 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ വകുപ്പ് 5 മുതൽ 7/1 വരെ. ഓക്കെ. അപ്പോൾ പ്രാദേശികതല നിരീക്ഷണ സമിതിയെക്കുറിച്ച് പരാമർശിക്കുന്ന നിയമം ഏതാ? 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. ആ നിയമത്തിലെ ഏത് വകുപ്പ് മുതൽ ഏത് വകുപ്പ് വരെ പറഞ്ഞിരിക്കുന്നേ? വകുപ്പ് 5 മുതൽ 7/1 വരെ. ഈ പ്രാദേശികതല നിരീക്ഷണ സമിതിയുടെ
ആംഗ്ലേയത്തിൽ പറഞ്ഞാൽ ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഘടന നമുക്ക് പരിശോധിക്കാം. ചെയർമാൻ കോർപ്പറേഷനിലാണ് സ്ഥാപിച്ചതെങ്കിൽ കോർപ്പറേഷന്റെ മേയർ ആയിരിക്കും. ഇനി മുനിസിപ്പാലിറ്റിയിലാണ് സ്ഥാപിച്ചതെങ്കിൽ അത് മുനിസിപ്പാലിറ്റി ചെയർമാൻ ആയിരിക്കും. പഞ്ചായത്തിലാണെങ്കിലോ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും ചെയർമാൻ. ബാക്കി കോമൺ ആണ്. കൺവീനർ ആരായിരിക്കും? കൃഷി ഓഫീസർ, അഗ്രികൾച്ചർ ഓഫീസർ. ഓക്കെ. അംഗം ഒരു വില്ലേജ് ഓഫീസർ അംഗമായിരിക്കും. മറ്റംഗങ്ങൾ കൃഷി ഓഫീസർ സമർപ്പിക്കുന്ന, അതായത് കൃഷി ഓഫീസർ തിരഞ്ഞെടുത്ത 6 നെൽകർഷകരിൽ നിന്ന് 3 പേരെ ആര് സെലക്ട് ചെയ്യും? ജില്ലാ കളക്ടർ സെലക്ട് ചെയ്യും. അങ്ങനെയുള്ള 3 പേര്. ഓക്കെ. ഒരംഗം വില്ലേജ് ഓഫീസർ, കൃഷി ഓഫീസർ സമർപ്പിക്കുന്ന 6 നെൽകർഷകരിൽ നിന്നും ജില്ലാ കളക്ടർ തിരഞ്ഞെടുക്കുന്ന 3 പേര്. അപ്പോൾ മൊത്തം എത്ര അംഗങ്ങളായി? 4 അംഗങ്ങൾ. വില്ലേജ് ഓഫീസർ കൂടാതെ 3 കർഷകരായ അംഗങ്ങൾ, 6 പേരുടെ പാനല് കൃഷി ഓഫീസർ കൊടുക്കും. അതിൽ 3 പേരെ ജില്ലാ കളക്ടർ തിരഞ്ഞെടുക്കും. കൂടാതെ കൺവീനറായിട്ട് കൃഷി ഓഫീസർ, ഈ സമിതിയുടെ ചെയർമാൻ, കോർപ്പറേഷനിലാണെങ്കിൽ മേയർ, മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി ചെയർമാൻ, പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ്. ഓക്കെ. ഇതിൽ അനൗദ്യോഗിക അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? കർഷകരായ 3 പേരാണ് വരിക. അവരുടെ കാലാവധി 3 വർഷം. ബാക്കിയുള്ളവരെല്ലാവരും ഔദ്യോഗിക അംഗങ്ങളല്ലേ. അതിപ്പോൾ പഞ്ചായത്തിലെയോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലെയോ ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ മേയർ ഉറപ്പായിട്ടും ഔദ്യോഗിക അംഗമാണ്. കൺവീനറായ കൃഷി ഓഫീസർ ബ്യൂറോക്രാറ്റാണ്, ഔദ്യോഗിക അംഗമാണ്. വില്ലേജ് ഓഫീസറും ഔദ്യോഗിക അംഗം തന്നെ. അനൗദ്യോഗിക അംഗങ്ങൾ, അതായത് കൃഷി ഓഫീസർ സമർപ്പിക്കുന്ന 6 പേരുടെ പാനലിൽ നിന്ന് ജില്ലാ കളക്ടർ തിരഞ്ഞെടുക്കുന്ന 3 പേരില്ലേ, അവരാണ് അനൗദ്യോഗിക അംഗങ്ങൾ. അവരുടെ കാലാവധി എത്രയാണ്? 3 വർഷമാണ്. ബാക്കിയുള്ളവരുടെ കാലാവധി, നിശ്ചിത കാലാവധി പരാമർശമില്ല. ഒന്നുകൂടെ നമുക്ക് പരിശോധിച്ചാലോ? അപ്പോൾ പ്രാദേശിക തല നിരീക്ഷണ സമിതി അഥവാ ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം ഓരോ ഗ്രാമപഞ്ചായത്തിലും അഥവാ മുനിസിപ്പാലിറ്റിയിലും അഥവാ കോർപ്പറേഷനിലും പ്രാദേശിക തല നിരീക്ഷണ സമിതി രൂപീകരിക്കുന്നു എന്ന് പരാമർശിച്ചിരിക്കുന്ന വകുപ്പ് 5 മുതൽ 7/1 വരെ. പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ ഘടന എങ്ങനെയാ? ചെയർമാൻ എന്ന് പറയുന്നത് കോർപ്പറേഷൻ മേയർ ആയിരിക്കാം. മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി ചെയർമാൻ, പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ്. ഓക്കെ. കൺവീനർ, ആ സമിതിയുടെ കൺവീനർ എന്ന് പറയുന്നത് കൃഷി ഓഫീസർ. ഒരംഗം വില്ലേജ് ഓഫീസർ, റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള വില്ലേജ് ഓഫീസർ. മറ്റംഗങ്ങൾ എന്ന് പറയുന്നത് കൃഷി ഓഫീസർ സമർപ്പിക്കുന്ന 6 പേരടങ്ങിയ നെൽകർഷകരുടെ പാനലിൽ നിന്ന് ജില്ലാ കളക്ടർ സെലക്ട് ചെയ്യുന്ന 3 പേർ. ആ 3 പേരുടെ കാലാവധി എത്ര വർഷം മാത്രം? 3 വർഷം മാത്രം. ഇനി ആരാണ് റിപ്പോർട്ടിംഗ് ഓഫീസർ? റിപ്പോർട്ടിംഗ് ഓഫീസറായി പ്രവർത്തിക്കുന്നത് കൃഷി ഓഫീസറാണ്. കൃഷി ഓഫീസർ എന്തൊക്കെ റിപ്പോർട്ട് ചെയ്യണമെന്ന് നോക്കണം. ഏത് നിയമം അനുസരിച്ച് റിപ്പോർട്ടിംഗ് ഓഫീസർ നമ്മൾ പഠിക്കുന്നേ? നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. അപ്പം നെൽവയലുമായി ബന്ധപ്പെട്ട് ആ നെൽവയലിൽ കൃഷി ചെയ്തില്ലെങ്കിൽ റിപ്പോർട്ടിംഗ് ഓഫീസർ റിപ്പോർട്ട് ചെയ്യണം. തണ്ണീർത്തട സംരക്ഷണത്തിന് എന്തെങ്കിലും മാറ്റം വന്നാൽ അതും റിപ്പോർട്ട് ചെയ്യണം. വേണം. ആ 2 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരണം. ഓക്കെ. റിപ്പോർട്ടിംഗ് ഓഫീസറായി പ്രവർത്തിക്കുന്നത് പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ കൺവീനറായ കൃഷി ഓഫീസറാണ്. കാർഷിക വേളയിൽ നെൽകൃഷി ചെയ്യാതെ തരിച്ചിടുന്നുവെങ്കിൽ റിപ്പോർട്ടിംഗ് ഓഫീസർ ആ വിവരം RDOയ്ക്ക്, റവന്യൂ ഡിവിഷണൽ ഓഫീസർക്ക് മുൻപാകെയോ അല്ലെങ്കിൽ പ്രാദേശിക തല വികസന സമിതിക്ക് മുൻപാകെയോ റിപ്പോർട്ട് സമർപ്പിക്കണം അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം. അതായത് കാർഷിക കാലയളവ് നമുക്കിപ്പോൾ അറിയാം, 3 കാർഷിക കാലയളവുണ്ട് അല്ലേ? പുഞ്ച അല്ലേ? യെസ്. അപ്പോൾ സാധാരണഗതിയിൽ നെൽകൃഷി കാലയളവുണ്ട്. വർഷകാല കൃഷിയുണ്ട്, ശൈത്യകാല കൃഷിയുണ്ട്, വേനൽക്കാല കൃഷിയുണ്ട്. ഈ കാലയളവിൽ കൃഷി ചെയ്യാതെ ആ നെൽവയൽ തരിച്ചിടുകയാണെങ്കിൽ, പുഞ്ചകനായിക്കോട്ടെ, മുണ്ടകനായിക്കോട്ടെ, വേനൽക്കാല കൃഷി ആയിക്കോട്ടെ, ഏത് കാലയളവിലാണോ അവിടെ കൃഷി ചെയ്യേണ്ടത്, ആ കൃഷി ചെയ്യേണ്ട കാലയളവിൽ തരിച്ചിടുകയാണെങ്കിൽ, കൃഷി ചെയ്യാതെ വയൽ വെറുതെ ഇട്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? റിപ്പോർട്ടിംഗ് ഓഫീസറായ കൃഷി ഓഫീസർ ഒന്നെങ്കിൽ റവന്യൂ ഡിവിഷണൽ ഓഫീസർക്ക് പരാതി സമർപ്പിക്കണം, അല്ലെങ്കിൽ പ്രാദേശിക തല വികസന സമിതിയിൽ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യണം. 2, വീട് നിർമ്മിക്കുന്നതിനും പൊതു ആവശ്യത്തിനും നെൽവേലികൾ രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള അപേക്ഷ സ്വീകരിക്കുന്നത് ആരാണ്? കൃഷി ഓഫീസറായ റിപ്പോർട്ടിംഗ് ഓഫീസറാണ്. അതായത് ഒരാൾക്ക് കൃഷി ഭൂമി മാത്രമേ ഉള്ളൂ, പക്ഷെ അയാൾക്ക് വീടും വയ്ക്കണം. കുറച്ച് ഭൂമി എന്ത് ചെയ്യേണ്ടി വരും? നികത്തേണ്ടി വരും. അതാണ് ഈ രൂപാന്തരപ്പെടുത്തുന്നതെന്ന് പറയുന്നത്.
അപ്പോൾ വീട് നിർമ്മിക്കുന്നതിനും പൊതു ആവശ്യത്തിന് വേണ്ടിയും നെൽവേലികൾ രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള അപേക്ഷ സ്വീകരിക്കേണ്ടത് കൃഷി ഓഫീസറാണ്. വീട് നിർമ്മിക്കുന്നതിനും പൊതു ആവശ്യത്തിനും നെൽവേലികൾ രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള അപേക്ഷ ഒരു കാരണവശാലും വില്ലേജ് ഓഫീസർ സ്വീകരിക്കാൻ പാടുള്ളതല്ല. വില്ലേജ് ഓഫീസർ സാധാരണഗതിയിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട പരാതികളോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ നമ്മൾ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ടത് വില്ലേജ് ഓഫീസർക്ക്. പക്ഷേ വീട് നിർമ്മിക്കുന്നതിനോ മറ്റു പൊതു ആവശ്യത്തിന് വേണ്ടിയോ നെൽവേലികൾ രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള അപേക്ഷ ആർക്ക് നൽകാൻ പാടുള്ളതല്ല? വില്ലേജ് ഓഫീസർക്ക് അതിനുള്ള അധികാരമില്ല. അതിനുള്ള അധികാരം ആർക്കാണ്? കൃഷി ഓഫീസർക്കാണ്. ക്ലിയർ ആണേ? അപ്പോൾ റിപ്പോർട്ടിംഗ് ഓഫീസറായി പ്രവർത്തിക്കുന്ന കൃഷി ഓഫീസറാണ് കാർഷിക വേളയിൽ കാർഷിക കാലഘട്ടത്ത് നെൽവയൽ കൃഷി ചെയ്യാതെ തരിച്ചിടുകയാണെങ്കിൽ റിപ്പോർട്ടിംഗ് ഓഫീസർ ആ വിവരം ആരെ അറിയിക്കണം? റവന്യൂ ഡിവിഷണൽ ഓഫീസറെ അറിയിക്കണം. അല്ലെങ്കിൽ പ്രാദേശികതല വികസന സമിതിക്ക് മുൻപാകെ റിപ്പോർട്ട് ചെയ്യണം. വീട് നിർമ്മിക്കുന്നതിനും പൊതു ആവശ്യത്തിനും നെൽവേലികൾ രൂപാന്തരപ്പെടുത്തുന്നതിന് അപേക്ഷ സ്വീകരിക്കേണ്ടത് കൃഷി ഓഫീസറാണ്. പ്രസ്തുത അപേക്ഷ ആർക്ക് നൽകാൻ പാടില്ല? വില്ലേജ് ഓഫീസർക്ക് നൽകാൻ പാടില്ല. സാധാരണഗതിയിൽ ഭൂമി സംബന്ധമായ അപേക്ഷകളൊക്കെ കൊടുക്കേണ്ട ആർക്കാ? വില്ലേജ് ഓഫീസർക്കാണ് എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. നെൽവയൽ ഉടമസ്ഥന് വീട് വയ്ക്കുന്നതിന് വേണ്ടി നെൽവയൽ നികത്തുന്നതിലേക്കായി അപേക്ഷ നൽകേണ്ടത് പ്രാദേശികതല നിരീക്ഷണ സമിതി കൺവീനർക്കാണ്, അതായത് കൃഷി ഓഫീസർക്കാണ്. ശരിയല്ലേ? പ്രാദേശികതല നിരീക്ഷണ സമിതിയുടെ കൺവീനർ എന്ന് പറയുന്നത് കൃഷി ഓഫീസറാണ്. RDO അധ്യക്ഷനായ ജില്ലാ സമിതിക്ക് ശുപാർശ ചെയ്യേണ്ടത് പ്രാദേശികതല നിരീക്ഷണ സമിതി, അതായത് പ്രാദേശികതല നിരീക്ഷണ സമിതിയുടെ കൺവീനറായ കൃഷി ഓഫീസർ അപേക്ഷ സ്വീകരിച്ചതിന് ശേഷം അതെവിടെ വയ്ക്കും? പ്രാദേശികതല നിരീക്ഷണ സമിതിയിൽ വയ്ക്കും. അവിടെ ചർച്ച ചെയ്തതിന് ശേഷം അത് ഉചിതമാണെന്ന് തോന്നിയാൽ അവർ ആർക്ക് റിപ്പോർട്ട് ചെയ്യും? RDO റവന്യൂ ഡിവിഷണൽ ഓഫീസർ അധ്യക്ഷനായ ജില്ലാതല സമിതിക്ക് ശുപാർശ ചെയ്യും. ഓക്കെ, ഇങ്ങനെ അപേക്ഷ ലഭിച്ച് ഒരു മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? തീരുമാനം കൈക്കൊണ്ടിരിക്കണം. ഒരു മാസത്തിനുള്ളിൽ തീരുമാനം കൈക്കൊണ്ടിരിക്കണം. നെൽവയൽ ഉടമസ്ഥന് വീട് വയ്ക്കാൻ പഞ്ചായത്ത് ഭൂപ്രദേശത്താണെങ്കിൽ 10 സെന്റ്. റവന്യൂ രേഖകളിൽ നമ്മൾ വസ്തുവൊക്കെ നോക്കുമ്പോൾ 6 എന്ന ഏകകത്തിലാണ് അവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. നമുക്ക് എളുപ്പത്തിന് മനസ്സിലാക്കി 10 സെന്റ് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. 4.046 അഥവാ 10 സെന്റ് വിസ്തൃതിയിലും മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷൻ പരിധിയിലോ ആണെങ്കിൽ 2.026 അഥവാ 5 സെന്റ് വിസ്തൃതിയിൽ കൂടുതൽ നെൽവയൽ നികത്താൻ പാടില്ല. അപ്പോൾ പരമാവധി എത്രയും അനുവദിക്കൂ? നഗരപ്രദേശങ്ങളിൽ, അതായത് കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും ആണെങ്കിൽ 5 സെന്റ്, ഗ്രാമപഞ്ചായത്ത് പരിധിയിലാണെങ്കിൽ 10 സെന്റ്. ഇത്രയും മാത്രമേ നെൽവയൽ നികത്താൻ പ്രാദേശിക നിരീക്ഷണ സമിതി ശുപാർശ ചെയ്യുകയുള്ളൂ. ക്ലിയർ? അപ്പോൾ നെൽവയൽ ഉടമസ്ഥന് വീട് വയ്ക്കുന്നതിന് വേണ്ടി നെൽവയൽ നികത്തുന്നതിലേക്ക് അപേക്ഷ ആർക്ക് സമർപ്പിക്കാണ്ടേ? പ്രാദേശികതല നിരീക്ഷണ സമിതി കൺവീനർക്ക്. ആ കൺവീനർ എന്ന് പറയുന്ന കൃഷി ഓഫീസറാണ് അല്ലേ? കൃഷി ഓഫീസർ അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വയ്ക്കും? ചർച്ച ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? പ്രാദേശികതല നിരീക്ഷണ സമിതി ചർച്ച ചെയ്ത് ആർക്കയക്കും? RDO അധ്യക്ഷനായ ജില്ലാതല സമിതിക്ക് ശുപാർശ കൊടുക്കും. ഒരു മാസത്തിന് തീരുമാനമെടുത്തിരിക്കണം. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നെൽവേലി ഉടമസ്ഥന് വീട് വയ്ക്കാൻ പഞ്ചായത്ത് തലത്തിലാണെങ്കിൽ പരമാവധി 10 സെന്റ് അല്ലെങ്കിൽ 4.046 വിസ്തൃതിയിലും, നഗരപ്രദേശത്ത് അതായത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ 5 സെന്റ് അല്ലെങ്കിൽ 2.026 വിസ്തൃതിയിലും എന്ത് ചെയ്യും? വസ്തു അതായത് നെൽവയൽ നികത്താൻ അനുമതി നൽകും. ഓക്കെ, സമിതിയുടെ ശുപാർശ പ്രകാരം നെൽവയൽ നിലം നികത്തൽ പൊതു ആവശ്യത്തിനാണ് പരിവർത്തനപ്പെടുത്തുന്നതെങ്കിൽ അപേക്ഷ പ്രാദേശികതല സമിതി ആർക്ക് സമർപ്പിക്കണം? ജില്ലാതല സമിതിക്കല്ല, സംസ്ഥാനതല സമിതിക്കാണ് സമർപ്പിക്കേണ്ടത്. ആർക്കാണ് സമർപ്പിക്കേണ്ടത്? സംസ്ഥാനതല സമിതിക്ക്. പൊതു ആവശ്യത്തിനാണ് നെൽവയൽ നികത്തുന്നതെങ്കിൽ അപേക്ഷ തീയതി ലഭിച്ച ഒരു മാസത്തിനകം സംസ്ഥാനതല സമിതിക്ക് പ്രാദേശികതല സമിതി റിപ്പോർട്ട് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞ് സംസ്ഥാനതല സമിതി എന്ത് ചെയ്യും? തീരുമാനിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തിയുടെ വീട് വയ്ക്കാനുള്ള സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് റവന്യൂ ഡിവിഷണൽ ഓഫീസർ RDO അധ്യക്ഷനായ ജില്ലാതല സമിതിയാണ്. എന്നാൽ പൊതു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നെൽവയൽ നികത്തുന്നതെങ്കിൽ ആ ആവശ്യമനുസരിച്ച് നെൽവയലിൻ്റെ വിസ്തൃതി കൂടാൻ സാധ്യതയില്ലേ? ഇപ്പോൾ ഒരു സ്ഥലത്തൂടെ റോഡ് നിർമ്മിക്കണം, ബൈപ്പാസ് നിർമ്മിക്കണം, നെൽവയൽ നികത്തേണ്ടി വരും. അപ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ കൂടുകയോ കുറയുകയോ ചെയ്യാം. അതിൻ്റെ തീരുമാനം കൈക്കൊള്ളേണ്ടത് ആരാണ്? സംസ്ഥാന സമിതിയാണ്. ഓക്കെ, സംസ്ഥാനതല അധികൃത സമിതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് 8 ഏത് നിയമത്തിലെ? 2008
നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ 8ാമത്തെ വകുപ്പിലാണ് സംസ്ഥാനതല അധികൃത സമിതി രൂപീകരണത്തെക്കുറിച്ച് പറയുക. സംസ്ഥാനതല അധികൃത സമിതിയുടെ കൺവീനർ കാർഷിക ഉൽപാദന കമ്മീഷണറാണ്. മറ്റംഗങ്ങൾ ലാൻഡ് റവന്യൂ വകുപ്പ് കമ്മീഷണർ, നെൽകൃഷി ശാസ്ത്രജ്ഞൻ, സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകൻ, അങ്ങനെ 3 പേര്. കൺവീനർ കാർഷികോൽപാദന കമ്മീഷണറാണ്. മറ്റംഗങ്ങൾ എന്ന് പറയുന്ന ആരൊക്കെയാണ്? ലാൻഡ് റവന്യൂ കമ്മീഷണർ, നെൽകൃഷി ശാസ്ത്രജ്ഞൻ ഉണ്ടാകും, പിന്നെ സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു പരിസ്ഥിതി വിദഗ്ധനും ഉണ്ടാകും. ഇനി ജില്ലാതല അധികൃത സമിതിയുടെ രൂപീകരണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് എത്രയാ? 9. ജില്ലാതല അധികൃത സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്ന റവന്യൂ ഡിവിഷണൽ ഓഫീസറാണ്. കൺവീനർ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ. മറ്റംഗങ്ങൾ എന്ന് പറയുന്നത് ജില്ലാ കളക്ടർ നാമനിർദ്ദേശം ചെയ്യുന്ന 3 നെൽകർഷകർ. ആ 3 നെൽകർഷകരുടെ കാലാവധി 3 വർഷമായിരിക്കും. ക്ലിയർ? അപ്പോൾ ജില്ലാതല അധികൃത സമിതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് 9. അധ്യക്ഷൻ റവന്യൂ ഡിവിഷണൽ ഓഫീസറാണ്. കൺവീനർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ആയിരിക്കും. മറ്റംഗങ്ങൾ ജില്ലാ കളക്ടർ നാമനിർദ്ദേശം ചെയ്യുന്ന 3 നെൽകർഷകരുണ്ടാകും. ഓക്കെ അല്ലേ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവിഷൻ ചെയ്താലോ? യെസ്, ഇതുകൊണ്ട് നമുക്ക് നോക്കണം. റിപ്പോർട്ടിംഗ് ഓഫീസർ തൊട്ട്. അപ്പോൾ റിപ്പോർട്ടിംഗ് ഓഫീസറായി പ്രവർത്തിക്കുന്നത് എപ്പോഴും കൃഷി ഓഫീസറാണ്. കാർഷിക വേളയിൽ നെൽവയൽ കൃഷി ചെയ്യാതെ തരിച്ചിരുന്നുവെങ്കിൽ റിപ്പോർട്ടിംഗ് ഓഫീസർ എന്ത് ചെയ്യണം? ആ വിവരം RDOയ്ക്ക് അറിയിക്കണം, അല്ലെങ്കിൽ പ്രാദേശിക തല വികസന സമിതിക്ക് മുൻപാകെ അറിയിക്കണം. വീട് നിർമ്മിക്കുന്നതിനുള്ള പൊതു ആവശ്യത്തിനും നെൽവേലികൾ രൂപാന്തരപ്പെടുത്തുന്നതിന് അപേക്ഷ സ്വീകരിക്കേണ്ടത് കൃഷി ഓഫീസറാണ്. വീട് നിർമ്മിക്കുന്നതിനും പൊതു ആവശ്യത്തിനും നെൽവേലികൾ രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള അപേക്ഷ വില്ലേജ് ഓഫീസർ ഒരു കാരണവശാലും സ്വീകരിക്കാൻ പാടുള്ളതല്ല. നെൽവേലി ഉടമസ്ഥന് വീട് വെക്കുന്നതിന് വേണ്ടി നെൽവേൽ നികത്തുന്നതിലേക്കായി അപേക്ഷ നൽകേണ്ടത് പ്രാദേശികതല നിരീക്ഷണ സമിതിയുടെ കൺവീനറായ കൃഷി ഓഫീസർക്കാണ്. RDO അധ്യക്ഷനായ ജില്ലാതല സമിതിക്ക് ശുപാർശ ചെയ്യേണ്ടത് പ്രാദേശികതല നിരീക്ഷണ സമിതി. 1 മാസത്തിനകം തീരുമാനം കൈക്കൊള്ളണം. നെൽവേലി കർഷകന് വീട് വയ്ക്കാനും ഗ്രാമപഞ്ചായത്തിലാണെങ്കിൽ 5 സെന്റ്, നഗരപ്രദേശങ്ങളിൽ 10 സെന്റും എന്ത് ചെയ്യും? വയൽ നികത്താൻ അനുമതി നൽകും. ഇനി സമിതിയുടെ ശുപാർശ പ്രകാരം നെൽവേൽ നികത്തൽ പൊതു ആവശ്യത്തിനാണെങ്കിൽ അത് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആരാണ്? പ്രാദേശികതല സമിതി സംസ്ഥാന സമിതിക്കാണ് സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിച്ച 1 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? തീരുമാനമെടുത്തിരിക്കണം. സംസ്ഥാനതല അധികൃത സമിതിയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് 8. കൺവീനർ ആരായിരിക്കും? കാർഷിക ഉൽപാദന കമ്മീഷണർ ആയിരിക്കും. മറ്റംഗങ്ങൾ ലാൻഡ് റവന്യൂ കമ്മീഷണർ, നെൽകൃഷി ശാസ്ത്രജ്ഞൻ, സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു പരിസ്ഥിതി വിദഗ്ധൻ. ഇനി ജില്ലാതല അധികൃത സമിതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് 9. അതിൻ്റെ അധ്യക്ഷൻ റവന്യൂ ഡിവിഷണൽ ഓഫീസറാണ്. കൺവീനർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ആയിരിക്കും. മറ്റംഗങ്ങൾ ജില്ലാ കളക്ടർ നാമനിർദ്ദേശം ചെയ്ത 3 നെൽകർഷകർ. ഈ 3 നെൽകർഷകരുടെ കാലാവധി 3 വർഷമായിരിക്കും. ഓക്കെ, ഇനി ഈ നിയമത്തിൽ പറയുന്ന ഡാറ്റാ ബാങ്കിനെ കുറിച്ച് പരിശോധിക്കാം. 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ ഡാറ്റാ ബാങ്ക് പ്രാദേശികതല നിരീക്ഷണ സമിതിയുടെ അധികാരപരിധിയിലുള്ള പ്രദേശം എന്ന് പറയുമ്പോൾ ഒന്നെങ്കിലും ഒരു പഞ്ചായത്ത്, അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി, അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ. കൃഷിയോഗ്യമായ നെൽവയലിൻ്റെയും കൂടാതെ തണ്ണീർത്തടങ്ങളുടെയും വിശദാംശങ്ങൾ അടങ്ങിയ ആധികാരിക രേഖ. എത്ര നെൽവയലുകളുണ്ട്, അതിൻ്റെ വിസ്തൃതി എത്ര, അതിൻ്റെ ഉടമസ്ഥനാര്, എത്ര തണ്ണീർത്തടങ്ങളുണ്ട്, അവ ഏതെങ്കിലും വ്യക്തികളുടെ കീഴിലാണോ അതോ സർക്കാരിൻ്റെ പൊതുഭൂമിയിലാണോ തുടങ്ങിയ ആധികാരികമായ വിവരങ്ങൾ കൃത്യമായിട്ട് റവന്യൂ രേഖകൾ സഹിതം അതിനകത്തുണ്ടാവും. ഡാറ്റാ ബാങ്കിനെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് 5/4. ഡാറ്റാ ബാങ്ക് തയ്യാറാക്കേണ്ട ചുമതല പ്രാദേശികതല നിരീക്ഷണ സമിതിയുടേത്. തയ്യാറാക്കിയതിന് ശേഷം ആ ഡ്രാഫ്റ്റ്, ആദ്യമായി തയ്യാറാക്കുന്ന ഡ്രാഫ്റ്റ് ഉണ്ടല്ലോ, കരട് ഡാറ്റാ ബാങ്ക് ഗസറ്റിൽ പ്രസിദ്ധീകരണത്തിനായി നൽകേണ്ട ചുമതല നിർവഹിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ സെക്രട്ടറിമാർ. അതായത് പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറി, കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ സെക്രട്ടറി. നിർമ്മാണ പ്രവൃത്തികൾക്ക് പെർമിറ്റ് അനുവദിക്കുന്നത് ആരിതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരായിരിക്കും. ഇനി ഡേറ്റാ ബാങ്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി സമർപ്പിക്കേണ്ടത് RDOയ്ക്ക്, റവന്യൂ ഡിവിഷണൽ ഓഫീസർക്ക്. ഓക്കെ, അപ്പോൾ ഡാറ്റാ ബാങ്കുമായി ബന്ധപ്പെട്ട് കരട് പ്രഖ്യാപിക്കുമ്പോൾ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ആർക്കാണ് കൊടുക്കേണ്ടത്? റവന്യൂ ഡിവിഷണൽ ഓഫീസർക്കാണ് കൊടുക്കേണ്ടത്. ഒന്നുകൂടെ നോക്കിയാലോ. ഡാറ്റാ ബാങ്ക്
പ്രാദേശികതല നിരീക്ഷണ സമിതിയുടെ അധികാരപരിധിയിലുള്ള പ്രദേശത്തെ കൃഷിയോഗ്യമായ നെൽവയലിൻ്റെയും തണ്ണീർത്തടങ്ങളുടെയും വിശദമായ വിവരങ്ങൾ ആധികാരികമായ രീതിയിൽ രേഖപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ഡാറ്റാ ബാങ്ക് എന്ന് വിളിക്കുക. ഡാറ്റാ ബാങ്കിനെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് 5/4. ഡാറ്റാ ബാങ്ക് തയ്യാറാക്കുന്നത് പ്രാദേശികതല നിരീക്ഷണ സമിതിയാണ്. കരട് ഡാറ്റാ ബാങ്ക് ഗസറ്റിൽ പ്രസിദ്ധീകരണത്തിനായി നൽകേണ്ട ചുമതല ആർക്കാണ്? പഞ്ചായത്ത് സെക്രട്ടറിക്ക് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിക്ക്. നിർമ്മാണ പ്രവൃത്തികൾക്ക് പെർമിറ്റ് അനുവദിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരാണ്. ഡാറ്റാ ബാങ്കുമായി ബന്ധപ്പെട്ട് പരാതികൾ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? റവന്യൂ ഡിവിഷണൽ ഓഫീസർക്കാണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് പറയുന്നു, തണ്ണീർത്തടങ്ങൾ രൂപാന്തരപ്പെടുത്തുന്നതിന് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു എന്ന് പരാമർശിക്കുന്ന വകുപ്പ് 11. അതായത് മുൻകൂർ അനുമതിയില്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ രൂപാന്തരപ്പെടുത്താൻ പാടില്ല. തണ്ണീർത്തടങ്ങൾ രൂപാന്തരപ്പെടുത്തുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് പരാമർശിക്കുന്ന വകുപ്പ് എത്രയാണ്? 11. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് പറയുന്നു, തണ്ണീർത്തടങ്ങൾ കാത്തു സംരക്ഷിക്കേണ്ടതും തണ്ണീർത്തടങ്ങൾ രൂപാന്തരപ്പെടുത്തുന്നതിനും അവയിൽ നിന്ന് മണൽ നീക്കം ചെയ്യുന്നതിനും പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പരാമർശിക്കുന്ന വകുപ്പ് 11. ഓക്കെ, അത് തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കേണ്ട ആവശ്യകതയുണ്ട്. തണ്ണീർത്തടങ്ങൾ രൂപാന്തരപ്പെടുത്തുന്നതിനും അവയിൽ നിന്ന് മണൽ നീക്കം ചെയ്യുന്നതിനും പൂർണ്ണ നിരോധനമുണ്ട് എന്ന് പരാമർശിക്കുന്ന വകുപ്പ് 11. ഓക്കെ, ഇനി നെൽവയലോ അല്ലെങ്കിൽ തണ്ണീർത്തടമോ നിയമവിരുദ്ധമായി രൂപാന്തരപ്പെടുത്തുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന ശിക്ഷ 6 മാസം മുതൽ 3 വർഷം വരെയുള്ള തടവും കൂടാതെ 50,000 മുതൽ 1,00,000 രൂപ വരെയുള്ള പിഴയുമാണ് എന്നും പരാമർശിക്കുന്ന വകുപ്പ് 23. നെൽവയലോ അല്ലെങ്കിൽ തണ്ണീർത്തടമോ മുൻകൂർ അനുമതിയില്ലാതെ നിയമവിരുദ്ധമായി രൂപാന്തരപ്പെടുത്തുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന ശിക്ഷ എത്രയാ? 6 മുതൽ 3 വർഷം വരെയുള്ള തടവും 50,000 മുതൽ 1,00,000 രൂപ വരെയുള്ള പിഴശിക്ഷയുമാണ് എന്ന് പരാമർശിക്കുന്ന വകുപ്പ് 23. വ്യവസ്ഥകൾ ലംഘിച്ച് രൂപാന്തരപ്പെടുത്തിയ നെൽവയലോ അല്ലെങ്കിൽ തണ്ണീർത്തടമോ, ഈ വ്യവസ്ഥകൾ ലംഘിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 5 സെന്റ് നികത്താൻ വേണ്ടി കൊടുത്തു എന്ന് കരുതുക, അവരെ ഒരു 10 സെന്റ് ഒരുമിച്ച് അങ്ങ് നികത്തി എങ്കിൽ ബാക്കി 5 സെന്റ് എന്താണ്? വ്യവസ്ഥകൾ ലംഘിച്ച് നികത്തിയതാണ് അല്ലേ? അപ്പോൾ വ്യവസ്ഥകൾ ലംഘിച്ച് രൂപാന്തരപ്പെടുത്തിയ നെൽവയലോ തണ്ണീർത്തടമോ പൂർവാവസ്ഥയിൽ കൊണ്ടുവരുന്നതിന് ഉത്തരവ് നൽകുവാനുള്ള അധികാരമാർക്കാണ്? ജില്ലാ കളക്ടർക്കാണ് എന്ന് പരാമർശിക്കുന്ന വകുപ്പ് 13. നിയമവിരുദ്ധമായി ഒരാൾ നെൽവയലോ അല്ലെങ്കിൽ തണ്ണീർത്തടമോ രൂപാന്തരപ്പെടുത്തിയെന്ന് കരുതുക. രൂപാന്തരപ്പെടുത്തിയാൽ അത് പഴയപടി ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള അധികാരമാർക്കാണ്? ജില്ലാ കളക്ടർക്കാണ് എന്ന് പരാമർശിക്കുന്ന വകുപ്പ് എത്രയാ? 13. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? യെസ്, തണ്ണീർത്തടങ്ങൾ രൂപാന്തരപ്പെടുത്തുന്നതിന് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു എന്നും തണ്ണീർത്തടങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ് എന്നും തണ്ണീർത്തടങ്ങൾ രൂപാന്തരപ്പെടുത്തുന്നതിനും അവയിൽ നിന്ന് മണൽ നീക്കം ചെയ്യുന്നതിനും പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പരാമർശിക്കുന്ന വകുപ്പ് എത്രയാ? 11. ഒരുപക്ഷെ നിയമവിരുദ്ധമായി നെൽവയലോ തണ്ണീർത്തടമോ രൂപാന്തരപ്പെടുത്തിയാൽ ആ വ്യക്തിക്ക് 6 മുതൽ 3 വർഷം വരെയുള്ള തടവും 50,000 മുതൽ 1,00,000 രൂപ വരെയുള്ള പിഴയും ശിക്ഷ ലഭിക്കും. ഓക്കെ, എന്ന് പരാമർശിക്കുന്ന വകുപ്പ് 23. വ്യവസായം ലംഘിച്ച് രൂപാന്തരപ്പെടുത്തിയ നെൽവയലോ തണ്ണീർത്തടമോ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിന് പൂർവാവസ്ഥയിൽ കൊണ്ടുവരുന്നതിന് ഉത്തരവ് നൽകാനുള്ള അധികാരമാർക്കാണ്? ജില്ലാ കളക്ടർക്കാണ് എന്ന് പരാമർശിക്കുന്ന വകുപ്പ് എത്രയാണ്? 13. ഓക്കെ അല്ലേ? മറക്കില്ലല്ലോ. ഇനി തരിശിട്ടിരിക്കുന്ന നെൽവേലികളിൽ കൃഷി ചെയ്യിക്കാൻ ഞാൻ പറഞ്ഞു, കൃഷി ചെയ്യേണ്ട കാലയളവിൽ ഒരു നെൽവയലിൽ കൃഷി ചെയ്തില്ലെങ്കിൽ അത് ആരാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? കൃഷി ഓഫീസർ പ്രാദേശികതല നിരീക്ഷണ സമിതിയിലോ അല്ലെങ്കിൽ ജില്ലാതല സമിതിയുടെ അധ്യക്ഷനായ റവന്യൂ ഡിവിഷണൽ ഓഫീസർക്കോ റിപ്പോർട്ട് ചെയ്തിരിക്കണം. അങ്ങനെ റിപ്പോർട്ട് ചെയ്തു എങ്കിൽ അതിനുശേഷം എന്താ പരിപാടി? അതാണ് ഇവിടെ പറയുക. തരിശിട്ടിരിക്കുന്ന നെൽവേലികളുടെ ഉടമസ്ഥനോട് അയാൾ നേരിട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും മുഖേനയോ നെല്ലോ അല്ലെങ്കിൽ നെല്ലിൻ്റെ ഇടവിളയോ കൃഷി ചെയ്യുന്നതിന് നിർദ്ദേശം നൽകുവാൻ പ്രാദേശികതല നിരീക്ഷണ സമിതിക്ക് അധികാരമുണ്ട് എന്ന് പരാമർശിക്കുന്ന വകുപ്പ് 15. ഇനി അങ്ങനെ നിർദ്ദേശിച്ചിട്ടും കൃഷി ചെയ്തില്ലെങ്കിൽ, അദ്ദേഹത്തിന് കൃഷി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കൃഷിഭൂമി ആർക്ക് ഏറ്റെടുക്കാം? എന്ത് ചെയ്യാം?
പഞ്ചായത്തിന്, അതായത് പ്രാദേശികതല നിരീക്ഷണ സമിതിക്ക് ഏറ്റെടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, കൃഷിക്ക് വേണ്ടി ചുമതലപ്പെടുത്താം എന്ന് പരാമർശിക്കുന്ന വകുപ്പ് 16. ഓക്കെ, രണ്ടും പരസ്പര പൂരകങ്ങളാണ്. തരിശിട്ടിരിക്കുന്ന നെൽവേലികളുടെ ഉടമസ്ഥരോട് അയാൾ നേരിട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും മുഖേനയോ നെല്ലോ ഇടവിളയോ കൃഷി ചെയ്യുന്നതിന് എന്ത് ചെയ്യണം, നിർദ്ദേശം നൽകുവാൻ പ്രാദേശികതല നിരീക്ഷണ സമിതിക്ക് അധികാരമുണ്ട് എന്ന് പരാമർശിക്കുന്ന വകുപ്പ് 15. കൃഷി ചെയ്യുന്നതിലേക്കായുള്ള നിർദ്ദേശം നടപ്പിലാക്കാൻ നെൽവേൽ ഉടമസ്ഥന് കഴിയാത്തതിൻ്റെ കാരണം പ്രാദേശിക നിരീക്ഷണ സമിതിക്ക് ബോധ്യമാകുന്ന പക്ഷം പ്രസ്തുത നെൽവേൽ പഞ്ചായത്ത് മുഖേന, അത് പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് മുഖേന, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി മുഖേന, കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ മുഖേന കൃഷി ചെയ്യുന്നതിലേക്കുള്ള അനുമതി ഉടമയിൽ നിന്ന് രേഖാമൂലം ആവശ്യപ്പെടാം. എന്നിട്ട് സാധാരണത്തിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കുടുംബശ്രീ പ്രവർത്തകരുണ്ടല്ലോ, കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇത്തരം ഭൂപ്രദേശങ്ങളിൽ കൃഷി ചെയ്യാറുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായും പഠിച്ചത് എന്തായിരുന്നു പഠിച്ചേ? കേരള സംസ്ഥാന നെൽവയൽ സംരക്ഷണ നിയമത്തെക്കുറിച്ചാണ് പഠിച്ചത്. 2008 കേരള സംസ്ഥാന നെൽവയൽ സംരക്ഷണ നിയമത്തെക്കുറിച്ച് പഠിച്ചു. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും പഠിച്ചു. തീർന്നോ? ഇല്ല. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. ഈ നിയമത്തിൽ പറയുന്ന മറ്റു കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. എങ്ങനെയാണ് ഭൂമി സംരക്ഷിക്കേണ്ടത്, അതിനുവേണ്ടി പ്രത്യേകിച്ച് ഏതെങ്കിലും വകുപ്പ് രൂപീകരിച്ചിട്ടുണ്ടോ? ഉണ്ട്. അതാണ് കേരള ഭൂ അഭിവൃദ്ധി നിയമം. കേരള ഭൂ അഭിവൃദ്ധി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, തരിച്ചു കിടക്കുന്ന ഭൂമിയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിൽ പഠിച്ചുറപ്പിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പഠിച്ചിട്ട് വരിക. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്തിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. ഒന്നുകൂടെ റിവിഷൻ ചെയ്താലോ? യെസ്. തണ്ണീർത്തട സംരക്ഷണം കേരളത്തിൽ. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസ്സാക്കിയത് 2008. എന്തിനു വേണ്ടിയാ? കേരള സംസ്ഥാനത്തെ കാർഷിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനും പാരിസ്ഥിതിക സുസ്ഥിരത ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി നെൽവേലികളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും കൂടാതെ പരിവർത്തനപ്പെടുത്തുന്നതിനും രൂപാന്തരപ്പെടുത്തുന്നതിനുമായി പ്രാബല്യത്തിൽ വന്ന നിയമം പ്രാബല്യത്തിൽ വന്നത് 2008 ഓഗസ്റ്റ് 12. സംസ്ഥാന നിയമസഭ 2008 28ാം നമ്പർ ആക്ട് പ്രകാരം നിയമസഭ പാസാക്കി. നിയമം പാസാക്കിയ ബില്ലിന്മേൽ ഗവർണറുടെ അനുമതി ലഭിക്കുന്നത് 2008 ഓഗസ്റ്റ് 11. ചട്ടങ്ങൾ നിലവിൽ വന്നത് 2008 ഡിസംബർ 24. ചട്ടങ്ങൾ ഭേദഗതിയോടുകൂടി നിലവിൽ വന്നത് 2018 ഡിസംബർ 15 കേരള തണ്ണീർത്തട അതോറിറ്റിയെക്കുറിച്ച്. കേരളത്തിലെ തണ്ണീർത്തടങ്ങളുടെ സമഗ്ര സംരക്ഷണ പരിപാലന പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ച സമിതിയാണ് കേരള തണ്ണീർത്തട അതോറിറ്റി. കേരള തണ്ണീർത്തട അതോറിറ്റി രൂപീകരിക്കപ്പെടുന്നത് 2015 മെയ് 25. എന്നാൽ ഘടനാപരമായ മാറ്റങ്ങളോടുകൂടി രൂപീകരിക്കപ്പെട്ടത് 2017 ഡിസംബർ 28. കേരള തണ്ണീർത്തട അതോറിറ്റിയുടെ പ്രധാന ഉത്തരവാദിത്വം എന്താണ്? തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികൾ നടപ്പിലാക്കുക. അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിഭാവനം ചെയ്യുന്നതാകാം. ഈ തണ്ണീർത്തട അതോറിറ്റി സ്വയം രൂപീകരിക്കുന്ന പദ്ധതിയാകാം. എന്തായാലും പദ്ധതി നടപ്പിലാക്കേണ്ടത് ആരുടെ ചുമതലയാണ്? കേരള തണ്ണീർത്തട അതോറിറ്റിയുടെ. അവബോധ പരിപാടികൾ അഥവാ സെമിനാറുകൾ സംഘടിപ്പിക്കുക, വിഭവ സമാഹരണം നടത്തുക. പ്രാദേശികതല നിരീക്ഷണ സമിതി അഥവാ ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണം എന്ന 2008 പ്രകാരം ഓരോ ഗ്രാമപഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലും എന്ത് ചെയ്യണം, പ്രാദേശിക നിരീക്ഷണതല സമിതി രൂപീകരിച്ചിട്ടുണ്ട്. പ്രാദേശികതല നിരീക്ഷണ സമിതിയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് 5 മുതൽ 7 വരെ. പ്രാദേശികതല നിരീക്ഷണ സമിതിയുടെ ഘടന: ചെയർമാൻ, കോർപ്പറേഷനിലാണെങ്കിൽ കോർപ്പറേഷനിലെ മേയർ ആയിരിക്കും, മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി ചെയർമാൻ ആയിരിക്കും, പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, കൺവീനർ കൃഷി ഓഫീസർ ആയിരിക്കും, ഒരംഗം വില്ലേജ് ഓഫീസർ. മറ്റംഗങ്ങൾ കൃഷി ഓഫീസർ സമർപ്പിക്കുന്ന 6 നെൽ കർഷകരിൽ നിന്നും ജില്ലാ കളക്ടർ തിരഞ്ഞെടുക്കുന്ന 3 പേർ അംഗങ്ങളായിരിക്കും. ഈ അനൗദ്യോഗിക അംഗങ്ങളായ കർഷകർ അവരുടെ കാലാവധി 3 വർഷവും. റിപ്പോർട്ടിംഗ് ഓഫീസർ എന്ന് ഈ നിയമത്തിൽ പറയുന്നത് കൃഷി ഓഫീസറെയാണ്. കാർഷിക വേളയിൽ നെൽകൃഷി ചെയ്യാതെ തരിച്ചിടുകയാണെങ്കിൽ റിപ്പോർട്ടിംഗ് ഓഫീസർ ആ വിവരം RDOയ്ക്ക് മുൻപാകെയോ അല്ലെങ്കിൽ പ്രാദേശികതല നിരീക്ഷണ സമിതിക്ക് മുൻപാകെയോ സമർപ്പിച്ചിരിക്കണം. അത് കൃഷി ഓഫീസറുടെ കർത്തവ്യമാണ്, കടമയാണ്. വീട് നിർമ്മിക്കുന്നതിനും പൊതു ആവശ്യത്തിനും നെൽവേലികൾ രൂപാന്തരപ്പെടുത്തുന്നതിന് ഈ നിയമം അനുവദിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? കൃഷി ഓഫീസർക്കാണ്.
വീട് നിർമ്മിക്കുന്നതിനും പൊതു ആവശ്യത്തിനും നെൽവേലികൾ രൂപാന്തരപ്പെടുത്തുന്ന അപേക്ഷ വില്ലേജ് ഓഫീസർ ഒരു കാരണവശാലും സ്വീകരിക്കാൻ പാടുള്ളതല്ല. നെൽവേൽ ഉടമസ്ഥന് വീട് വയ്ക്കുന്നതിന് വേണ്ടി നെൽവേൽ നികത്തുന്നതിലേക്കായി അപേക്ഷ നൽകേണ്ടത് പ്രാദേശികതല നിരീക്ഷണ സമിതി കൺവീനർക്കാണ്. RDO അധ്യക്ഷനായ ജില്ലാതല സമിതിക്ക് ശുപാർശ നൽകുന്നത് പ്രാദേശികതല നിരീക്ഷണ സമിതി. 1 മാസത്തിനകം തീരുമാനം കൈക്കൊള്ളേണ്ടതാണ്. നെൽവേൽ ഉടമസ്ഥന് വീട് വയ്ക്കുന്നതിന് പഞ്ചായത്തിൽ 10 സെന്റ് അല്ലെങ്കിൽ 4.046 വിസ്തൃതിയും മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ആണെങ്കിൽ 2.026 അല്ലെങ്കിൽ 5 സെന്റ് വിസ്തൃതിയിലും കൂടുതൽ നെൽവേൽ നികത്തുന്നതിന് സമിതി എന്ത് ചെയ്യാൻ പാടില്ല? ശുപാർശ നൽകാൻ പാടുള്ളതല്ല. സമിതിയുടെ ശുപാർശ പ്രകാരം നെൽവേൽ നികത്താൻ പൊതു ആവശ്യത്തിനാണെങ്കിൽ പ്രാദേശികതല സമിതി റിപ്പോർട്ട് ആർക്കാ കൊടുക്കേണ്ടേ? സംസ്ഥാന സമിതിക്കാണ്. 1 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കുകയും വേണം. സംസ്ഥാനതല അധികൃത സമിതിയെക്കുറിച്ച്, അവയുടെ രൂപീകരണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പേട്ട് കൺവീനർ കാർഷികോൽപാദന കമ്മീഷണറായിരിക്കും. മറ്റങ്ങൾ ലാൻഡ് റവന്യൂ കമ്മീഷണർ, നെൽകൃഷി ശാസ്ത്രജ്ഞൻ, സർക്കാർ നോമിനേറ്റ് ചെയ്യുന്ന ഒരു പരിസ്ഥിതി വിദഗ്ധൻ. ജില്ലാതല അധികൃത സമിതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് 9. അധ്യക്ഷൻ റവന്യൂ ഡിവിഷണൽ ഓഫീസർ ആയിരിക്കും. കൺവീനർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ. മറ്റംഗങ്ങൾ ജില്ലാ കളക്ടർ നോമിനേറ്റ് ചെയ്യുന്ന 3 നെൽകർഷകർ. ഈ 3 നെൽകർഷകരുടെ കാലാവധി എത്രയായിരിക്കും? 3 വർഷമായിരിക്കും. മറ്റുള്ളവർ ഔദ്യോഗിക അംഗങ്ങളാണല്ലോ. ഡാറ്റാ ബാങ്ക് പ്രാദേശികതല സമിതിയുടെ അധികാരപരിധിയിലുള്ള പ്രദേശത്തെ കൃഷിയോഗ്യമായ നെൽവേലിൻ്റെയും അതുപോലെ തന്നെ തണ്ണീർത്തടങ്ങളുടെയും വിശദാംശങ്ങൾ അടങ്ങിയ ആധികാരിക രേഖ രൂപീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് 5/4 തയ്യാറാക്കുന്നത് പ്രാദേശികതല നിരീക്ഷണ സമിതിയാണ്. ഇങ്ങനെ തയ്യാറാക്കുന്ന കരട് ഡാറ്റാ ബാങ്ക് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യണം. വിജ്ഞാപനം ചെയ്യുന്ന ചുമതല ആർക്കാണ്? പഞ്ചായത്ത് സെക്രട്ടറി. മുനിസിപ്പൽ സെക്രട്ടറി. കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ സെക്രട്ടറി. നിർമ്മാണ പ്രവൃത്തികൾക്ക് പെർമിറ്റ് അനുവദിക്കുന്നത് അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരാണ്. ഡാറ്റാ ബാങ്കുമായി ബന്ധപ്പെട്ട് പരാതികൾ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? റവന്യൂ ഡിവിഷണൽ ഓഫീസർ. ജില്ലാതല അധികൃത സമിതിയുടെ അധ്യക്ഷനായ റവന്യൂ ഡിവിഷണൽ ഓഫീസർക്കാണ്. തണ്ണീർത്തടങ്ങൾ രൂപാന്തരപ്പെടുത്തുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് പരാമർശിക്കുന്ന വകുപ്പ് 11. തണ്ണീർത്തടങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതാണെന്നും തണ്ണീർത്തടങ്ങൾ രൂപാന്തരപ്പെടുത്തുന്നതും അവയിൽ നിന്നും മണൽ നീക്കം ചെയ്യുന്നതിനും പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും പരാമർശിക്കുന്ന വകുപ്പ് 11. നെൽവയലോ തണ്ണീർത്തടമോ നിയമവിരുദ്ധമായി രൂപാന്തരപ്പെടുത്തുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന ശിക്ഷ എന്ന് പറയുന്നത് 6 മാസം മുതൽ 3 വർഷം വരെയുള്ള തടവും 50,000 മുതൽ 1 ലക്ഷം രൂപ വരെയുള്ള പിഴയുമാണ്. അതേക്കുറിച്ച് ശിക്ഷാ നടപടിയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് 23. വ്യവസ്ഥകൾ ലംഘിച്ച് രൂപാന്തരപ്പെടുത്തിയ നെൽവയലോ അല്ലെങ്കിൽ തണ്ണീർത്തടമോ പഴയപടി പൂർവാവസ്ഥയിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് ജില്ലാ കളക്ടർക്കാണ്. റവന്യൂ ഡിവിഷണൽ ഓഫീസർക്കോ പ്രാദേശിക നിരീക്ഷണ സമിതിക്കോ അതിനുള്ള അധികാരമില്ല കേട്ടോ. തരിശിട്ടിരിക്കുന്ന നെൽവേലികൾ കൃഷി ചെയ്യിക്കൽ. തരിശിട്ടിരിക്കുന്ന നെൽവേലികളുടെ ഉടമസ്ഥരോട് അയാൾ നേരിട്ടോ മറ്റാരെങ്കിലും മുഖേനയോ ഇടവിളയോ നെല്ലോ കൃഷി ചെയ്യുവാൻ നിർദ്ദേശം നൽകുവാൻ പ്രാദേശികതല നിരീക്ഷണ സമിതിക്ക് അധികാരമുണ്ടെന്ന് പരാമർശിക്കുന്ന 15. അങ്ങനെ നിർദ്ദേശം നൽകിയിട്ടും കൃഷി ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെങ്കിൽ ആ ഭൂമി ഏറ്റെടുത്ത് കൃഷി ചെയ്യിക്കുവാൻ രേഖാമൂലം ഉടമയിൽ നിന്ന് എന്ത് ചെയ്യാം? അനുമതി ആവശ്യപ്പെടാം എന്ന് പരാമർശിക്കുന്ന വകുപ്പ് എന്താണ്? 16. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് വരും എന്ന് ഞാൻ കരുതിക്കോട്ടെ. യെസ്. അപ്പോൾ ഇത്രയും കൃത്യമായി പഠിച്ചു വരിക. ബാക്കി നമുക്ക് അടുത്ത ദിവസം പഠിച്ചുറപ്പിക്കാം. ഓക്കെ അല്ലേ? ബൈ.